സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായ് സിറ്റി മുതൽ ഗ്ലോബൽ വില്ലേജ് നടക്കുന്ന ദുബായ് ഫെസ്റ്റ് നടക്കുന്ന ആ സ്ഥലം വരെയുള്ള വഴിയോര കാഴ്ചകളാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതിമനോഹരമായ റോഡും എല്ലാം അടങ്ങിയ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഈ വീഡിയോയുടെ മുഴുവൻ കാഴ്ചയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്.
നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നെങ്കിൽ അവരെല്ലാം ചോദിക്കും ക്രിക്കറ്റ് എവിടെ, ക്രിക്കറ്റ് എവിടെയാണ്, ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇപ്പൊ ലേഡീസ് വിമൻസ് വേൾഡ് കപ്പ് നടന്നതേ ഉള്ളൂ, അവരുടെ ഫോട്ടോകൾ ഉണ്ടാവും. പക്ഷെ ഇന്ത്യ തോറ്റുപോയി, ഫൈനലിൽ പോലും അല്ല സെമിയിൽ പോലും വന്നില്ല. ഓട്ടോട്രോം റൈറ്റ് സൈഡില് മറ്റേ നമ്മള് ഫോർമുല 1 കാർ റൈസ് ഒക്കെ കണ്ടില്ലേ, അതുപോലുള്ള കാറുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതുപോലെ ഓട്ട മത്സരം നടക്കുന്ന സ്ഥലം, ഫെറാരി പോലുള്ള സ്പോർട്സ് കാറുകൾ ഓടിക്കുന്ന സ്ഥലം ഓട്ടോട്രോം. ഇങ്ങനെ മോട്ടോർ സിറ്റി എന്നാ പറയുന്നത്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇതുപോലെ ലക്ഷറീസ് കാറൊക്കെ എടുത്ത് ഓടിക്കാൻ ഇതിനുള്ളിൽ. ദുബായില് ഉള്ള പൈസക്കാർക്ക് ആദ്യമായിട്ട് വില്ലകളിലോട്ട് മാറുന്നത് ഇവിടെയാണ്. ഈ ഏരിയക്ക് അറേബ്യൻ റേഞ്ചസ് എന്ന് പറയും. വലത് സൈഡിൽ മരങ്ങൾ നിൽക്കുന്നതാണ്. കണ്ണൂര്
വിട്ടേക്കുക. നാളെ ചെക്കൗട്ട് ചെയ്യണേ എല്ലാവരും. ഗ്ലോബൽ വില്ലേജിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പല രാജ്യങ്ങളുടെ പവലിയൻസ് ആണുള്ളത്. അതായത് ഷോപ്പുകളും അവരുടെ കലാപരിപാടികളൊക്കെയാണ് ഉള്ളത്. ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, അവിടെ പുറത്തുനിന്നുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാ ദിവസവും നടക്കും. ഗ്ലോബൽ വില്ലേജ് ചെറിയ സ്ഥലമല്ല, ഒരു വലിയ ഏരിയയാണ്. വെളുക്കുന്നത് വരെ, അതായത് ഒരു 12-1 മണി, ഇന്നൊക്കെ 1 മണി വരെയൊക്കെ ആൾക്കാർ അതിനകത്തുണ്ടാവും. മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് ഭയങ്കര റേറ്റ് ആണ്. ഫുഡ് നമുക്ക് പറ്റിയതല്ല. എല്ലാ രാജ്യങ്ങളുടെയും ഫുഡ് സ്റ്റോറുകളും മറ്റു കാര്യങ്ങളും സ്റ്റാളുകളും കാണും അതിനകത്ത്. ഇത് തന്നെ നോക്ക്, ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അതുപോലെ കംപ്ലീറ്റ് ഓരോ രാജ്യങ്ങളുടെ പവലിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന സ്റ്റാളുകൾ എല്ലാം ഇതിനകത്തുണ്ട്. 2 മണിക്കൂർ ഒക്കെ വേണം മിനിമം. നമ്മളിപ്പോ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല, ജസ്റ്റ് എല്ലായിടവും ഒന്ന് കറങ്ങുക. ഏതൊക്കെ രാജ്യങ്ങളുടെ പവലിയനുകളിൽ വിസിറ്റ് ചെയ്തെന്നുള്ളതിന് ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഞാൻ ചൈനയിൽ പോയി, ഞാൻ അമേരിക്കയിൽ പോയി എന്നൊക്കെ പറയാം. അപ്പൊ ഇത് ഒരുമിച്ച് നടക്കുന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല എൻ്റെ അഭിപ്രായത്തില്. ഞാനിപ്പോ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ ഞാൻ പറയും, ഇതാണ് മീറ്റിംഗ് പോയിന്റ്. എനിക്കും നിങ്ങളെ കൂടെ നടക്കാൻ പറ്റത്തില്ല. കാര്യം ഈ 43 പേരെ ഒരുമിച്ച് കൊണ്ടുപോക്ക്, ഒരുത്തർക്ക് ആ പവലിയനിൽ കയറണം, മറ്റൊരാൾക്ക് വേറൊരു പവലിയനിൽ കയറണം. ഓക്കെ, അപ്പൊ മീറ്റിംഗ് പോയിന്റ് ഞാൻ പറയും. അപ്പൊ നമ്മള് കറക്റ്റ് 7:30 മണിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ 7:30 മണിക്ക് ആ മീറ്റിംഗ് പോയിന്റ് എത്തുക, അല്ലെങ്കിൽ ബസ്സിൽ എത്തുക. ബസ് പാർക്കിംഗ് ചെയ്തിരുന്ന സ്പോട്ടിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോവുക. അപ്പൊ നേരത്തെ ഇറങ്ങണമെന്നുള്ളവർക്ക് നേരത്തെ ഇറങ്ങുക, ബസ്സിൽ വന്നിരിക്കുക. അല്ലെങ്കിൽ പുറത്തിരിക്കാൻ അവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട്. നമ്മള് പുറത്തു വന്ന് പിന്നെ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് ഡിന്നർ കഴിക്കണം. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിൽ എത്തുമ്പോൾ ഏകദേശം 9:30-10 മണിയാവും. ഈ കളർ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. നിങ്ങൾ അകത്ത് പോയിട്ട് പുറത്ത് വരാൻ വേണ്ടി ഇത് നോക്കി വെച്ചോളണം. ആ കയറുന്ന ഗേറ്റ് അവിടെ തന്നെ പുറത്തിറങ്ങണം. വേറെയൊക്കെ ഒരുപാട് ഗേറ്റുകളുണ്ട്. അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും കണ്ടുപിടിക്കാൻ. അതിന്റെ ഫ്രണ്ടില് എത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. എല്ലാവരും സഹകരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ സഹായ സഹകരണങ്ങളുണ്ടെങ്കിലേ ചാനൽ വിജയിക്കുകയുള്ളൂ. അന്തർദേശീയ തലത്തിലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ എത്തും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.